വിദേശ രാജ്യങ്ങൾക്കെല്ലാം അത്ഭുതമാണ് നമ്മുടെ രാജ്യം. കാരണം അത്രമാത്രം വൈവിധ്യങ്ങളാണ്, അത്രമാത്രം ഭാഷകളാണ്, അത്രമാത്രം ജീവിത രീതികളാണ്, അത്രമാത്രം ഭക്ഷണ വൈവിധ്യമാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും ഭയങ്കരമായ വൈവിധ്യം സൂക്ഷിക്കുന്ന ഒരു രാജ്യം എങ്ങനെ ഇത്ര കാലമായി ഒരു ചരടിൽ കോർത്ത മുത്തുമാല പോലെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു? അതിലെല്ലാം ഉപരി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ ജനാധിപത്യമാണ്. ഈ കാലയളവിൽ ഏതാണ്ട് 1075 വർഷം ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരുമയോടെ. അതേസമയം നമുക്ക് ചുറ്റുമുള്ള പല രാജ്യങ്ങളെയും നാം കാണുന്നുണ്ട്. അവിടെ എങ്ങും ജനാധിപത്യം എന്ന് പറയുന്നത് പേരിനുള്ള ഒരു പ്രക്രിയ മാത്രമായി എത്രയോ കാലമായി പോകുന്നു. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. അങ്ങ് താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ പൂർണ്ണമായും ജനാധിപത്യം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കാണാൻ ഈ രാജ്യത്ത് മാത്രമേ കഴിയൂ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മഹാരാജ്യത്തിൻ്റെ പ്രത്യേകത. 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നാളെയാണ് 6ാം ഘട്ട വോട്ടെടുപ്പ്. 58 മണ്ഡലങ്ങളാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 58 മണ്ഡലങ്ങളും 899 സ്ഥാനാർത്ഥികളുമാണ് നാളെ 6ാം ഘട്ടത്തിൽ മത്സരിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളും അവിടുത്തെ മണ്ഡലങ്ങളും നമുക്കൊന്ന് നോക്കി വരാം. ബീഹാറിൽ 8 മണ്ഡലങ്ങളാണ് നാളെ വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. പശ്ചിമ ചമ്പാരൻ, പൂർവി ചമ്പാരൻ, ഈസ്റ്റ് പൂർവി ചമ്പാരൻ, വെസ്റ്റ് അടക്കം 8 മണ്ഡലങ്ങൾ. പശ്ചിമ ചമ്പാരനിൽ BJPയുടെ സഞ്ജയ് ജയ്സ്വാളും കോൺഗ്രസിൻ്റെ മദൻ മോഹൻ തിവാരിയും തമ്മിലാണ് മത്സരം. തിവാരി മുൻ MLA കൂടിയാണ്. അതാണ് ബീഹാറിനെ സംബന്ധിച്ച് ഒരു ചമ്പാരൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരത്തിലാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ആദ്യമായി ഒരു സമരത്തിൽ ഇടപെടുന്നത് ചമ്പാരനിലാണ്, ബീഹാറിലെ ചമ്പാരനിലാണ്. അവിടെ നീലം കർഷകർക്ക് വേണ്ടി, കാരണം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി വച്ചിരുന്ന കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗാന്ധിജി എത്തി ആ സമരത്തിൽ ഇടപെട്ട് കർഷകർക്ക് നീതി നേടിക്കൊടുത്ത സ്ഥലമാണ് ചമ്പാരൻ. ദില്ലിയിലാകെ 7 മണ്ഡലങ്ങളാണ്. അത് നാളെ ഒറ്റ ദിവസം കൊണ്ട് പോകുന്നു. പക്ഷേ ദില്ലി എന്ന ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ അതിഭയങ്കരമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ദില്ലി പിടിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ BJP ഈ കണ്ട എല്ലാ ജനാധിപത്യ വിരുദ്ധ നടപടികളും ദില്ലിയിൽ ചെയ്തത്. അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെ, മനീഷ് സിസോദിയ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാഴ്ചയാണ് നമുക്ക് ദില്ലിയിൽ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഫലം BJPക്ക് കിട്ടും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ജനങ്ങൾ തിരിച്ചു നൽകുമെന്ന് ആം ആദ്മി പാർട്ടിയും പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൈയോട് കൈകോർത്ത് മെയ്യോട് മെയ് ചേർന്ന് മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും അവിടെ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള വലിയ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. BJPയെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ദില്ലിയിലെ ഇന്ത്യ കക്ഷികൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഫലം എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് ജൂൺ 4-ന് അറിയാം. ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് ന്യൂഡൽഹിയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ദില്ലിയും. നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ ഇത്തവണ മനോജ് തിവാരി എന്ന സിറ്റിംഗ് MPയും കനയ്യകുമാർ എന്ന് പറയുന്ന യുവാവും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. നമുക്കറിയാം കനയ്യകുമാർ ഏറെ നാളായില്ല കോൺഗ്രസിലേക്ക് എത്തിയിട്ട്. അതിനു മുമ്പ് CPIയുടെയും AISFൻ്റെയും ഒക്കെ നേതാവായി നിന്നുകൊണ്ട് JNUവിലെ വലിയ സമരത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ആളാണ് കനയ്യകുമാർ. അവിടെ ആ രീതിയിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്നു. ന്യൂദില്ലിയിൽ സുഷമ സ്വരാജ്, വിദേശകാര്യമന്ത്രിയായിരുന്ന BJPയുടെ വലിയ നേതാവായിരുന്ന, ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജിൻ്റെ മകൾ ബൻസുരി സ്വരാജാണ് BJPക്കായിട്ട് ഇത്തവണ അവിടെ ഇറങ്ങുന്നത്. അവിടുത്തെ സിറ്റിംഗ് MP അടക്കം മറ്റാർക്കും, മനോജ് തിവാരിക്ക് മാത്രമാണ് ദില്ലിയിൽ സീറ്റ് ലഭിച്ചത്. ബാക്കി ആർക്കും BJP സീറ്റ് കൊടുത്തില്ല. ആം ആദ്മി പാർട്ടിയുടെ സോംനാഥ് ഭാരതിയാണ് ബൻസുരിക്കെതിരെ മത്സരിക്കുന്നത്. ഇനി നമുക്ക് ഹരിയാനയിലേക്ക് പോകാം. 10 സീറ്റുകളാണ് ഹരിയാനയിൽ ഉള്ളത്. അവിടെ കർഷകരും സൈനികരും നിർണായക വോട്ട് ബാങ്കാവുന്ന ഒരു സംസ്ഥാനമാണ്. ഈ 2 മേഖലയിലേക്കും BJPക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കർഷകരുടെ വലിയ സമരം നടന്നപ്പോൾ അവരെ അടിച്ചമർത്താൻ എല്ലാ ശ്രമവും നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രോഷം ഹരിയാനയിലുണ്ട്. ഒപ്പം തന്നെ അഗ്നിവീർ പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് സൈനിക സേവനത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് വലിയൊരു പരാതിയായി ഹരിയാനയിലും പഞ്ചാബിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലെല്ലാം BJPക്കെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ട്. കർണാലും ഗുരുഗ്രാമും ഹരിയാനയിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. BJPയുടെ മനോഹർ ലാൽ ഖട്ടറും കോൺഗ്രസിൻ്റെ ദിവ്യാൻഷു ബുദ്ധിരാജയുമാണ് മത്സരിക്കുന്ന
കർണാൾ, അവിടെ വലിയ പോരാട്ടം നടക്കുന്നു. ഒഡീഷയിൽ 6 ലോക്സഭാ മണ്ഡലങ്ങളാണ് അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. പുരി, സംബാൽപൂർ, ഭുവനേശ്വർ അടക്കം 6 മണ്ഡലങ്ങൾ. പുരിയിലെ സ്ഥാനാർത്ഥി സംബിത് പത്ര BJPയുടെ വക്താവായിട്ട് പ്രവർത്തിക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പരാമർശം വലിയ വിവാദമായിരുന്നു. ഭഗവാൻ ജഗന്നാഥൻ മോദി ഭക്തനാണ് എന്നായിരുന്നു പരാമർശം. ഇതിൽ വലിയ പ്രതിഷേധം അലയടിച്ചിരുന്നു. ഒഡീഷ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം ഈ വിഷയത്തിൽ പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നിരുന്നു. ഉത്തർപ്രദേശിലേക്ക് പോകാം. അവിടെ 14 മണ്ഡലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ 80 മണ്ഡലങ്ങൾ. അതിൽ 14 മണ്ഡലങ്ങൾ നാളെ 6ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. സുൽത്താൻപൂർ, അസ്മാഗർ, അലഹബാദ്, ജുവാൻപൂർ അടക്കം 14 മണ്ഡലങ്ങൾ. സുൽത്താൻപൂരിലാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയയായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. മേനകാ ഗാന്ധി ആ സുൽത്താൻപൂരിൽ തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങുന്നു. നമുക്കറിയാം മേനകാ ഗാന്ധിയുടെ മകന് ഈ പ്രാവശ്യം സീറ്റ് നൽകിയില്ല എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. അസമഗറിൽ അഖിലേഷ് യാദവിൻ്റെ കസിനായിട്ടുള്ള ധർമ്മേന്ദ്ര യാദവാണ് മത്സരിക്കുന്നത്. നമുക്ക് ജമ്മു കാശ്മീരിലേക്ക് കൂടി ഒന്ന് നോക്കാം. അവിടെ ഒരു സീറ്റിൽ അത് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതാണ് നാളെ നടക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലാണ്. PDP നേതാവ് മെഹബൂബ മുഫ്തി മത്സരിക്കുന്നു. മിയാൻ അൽത്താഫാണ് എതിരാളി. പശ്ചിമ ബംഗാളിൽ 8 മണ്ഡലങ്ങളാണ് നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തംലൂക്ക്, ജാർഗ്രാം, അംബാല അടക്കം 8 മണ്ഡലങ്ങൾ. തംലൂക്കിലെ BJP സ്ഥാനാർത്ഥി അഭിജിത്ത് ഗംഗോപാധ്യായ കഴിഞ്ഞ ദിവസം മമതാ ബാനർജിക്കെതിരെ ലൈംഗിക പരാമർശം നടത്തിയിരുന്നു. നമുക്കറിയാം അദ്ദേഹം നേരത്തെ കൽക്കത്ത ഹൈക്കോടതിയിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം BJPയുടെ സ്ഥാനാർത്ഥിയായ വ്യക്തിയാണ്. അദ്ദേഹമാണ് മോശപ്പെട്ട ഒരു പരാമർശം നടത്തിയത്. വലിയ വിവാദങ്ങൾക്കത് വഴിവെച്ചു. കൊൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജിയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേബാംശു ഭട്ടാചാര്യയാണ് അഭിജിത്തിനെ നേരിടുക. ജാർഖണ്ഡിൽ 4 മണ്ഡലങ്ങൾ. ഗിരിധർ, ധൻബാദ്, റാഞ്ചി, ജംഷഡ്പൂർ. ഈ 4 മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുന്നത്. അപ്പോൾ നാളത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ഒരു ഘട്ടം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 7ാം ഘട്ടം വോട്ടെടുപ്പ് ജൂൺ മാസം 1-ാം തീയതി നടക്കും. പെട്ടിപൊട്ടിക്കുന്നത് ജൂൺ മാസം 4-ാം തീയതി. ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാവും. ഏതാണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ ഒരു ജനാധിപത്യ പ്രക്രിയ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഫെബ്രുവരിയിൽ. പിന്നീട് ഇങ്ങോട്ട് എത്ര മാസമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിറകെ ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ജനാധിപത്യത്തിലുള്ള ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ പ്രതീകം.